SFI ഉയർത്തിയ ബാനറുകൾ നീക്കാത്തതിൽ വിസിയോട് വിശദീകരണം തേടി ഗവർണർ. ഗവർണർ വരുന്നത് അറിഞ്ഞിട്ടും ബാനർ നീക്കിയില്ലെന്നും ബാനർ നീക്കം ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെട്ടില്ല എന്നുമാണ് ആരോപണം. വിസിക്കെതിരെ നടപടി സാധ്യതയും ചാൻസലർ ആലോചിക്കുന്നതായാണ് സൂചന. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30-ക്കാണ് സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാർ. ക്യാമ്പസിൽ നിന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന AISF ഗവർണറെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ്. ഗവർണറുടെ സുരക്ഷ കണക്കിലെടുത്ത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഇന്ന് പ്രവേശനമില്ല. അതിനിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുറമെ സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ SFI ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തി. വിധേയത്വം സർവകലാശാലയോടാകണം, സംഘപരിവാറിനോടാകരുതെന്നാണ് തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ ബാനറിൽ കുറിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുമ്പോൾ വിനേഷ് കുമാറിലേക്ക് ആദ്യം. വിനേഷ്, ശക്തമായ നടപടി തനിക്കെതിരെ പ്രതിഷേധമായി രംഗത്ത് ഇറങ്ങുന്നവർക്കെതിരെ വേണമെന്ന് പലതവണ ആവർത്തിക്കുന്ന ഗവർണർ അതൊരു നടപടിയിലേക്ക് തന്നെ, ഇപ്പോൾ വൈസ് ചാൻസലർക്കെതിരെ തന്നെ ഒരു നടപടിയിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമാണോ ഇപ്പോൾ? ബാനർ വിഷയത്തിനകത്ത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അപർണ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ഗവർണർ ക്ഷണിച്ച സമയത്ത് കൃത്യമായി തന്നെ ആ സമയത്ത് വിളിച്ച സമയത്ത് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് VC കാണാൻ വന്നത് എന്നാണ് പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് തേടിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ, അതായത് ഈ 2-3 ഈ കയറി വരുന്ന കവാടത്തിലും അതുപോലെ തന്നെ ഈ ഗസ്റ്റ് ഹൗസിന് പരിസരത്തുമെല്ലാം ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. ഇതെല്ലാം തന്നെ എടുത്തു മാറ്റണമെന്ന് ഇന്നലെ കൃത്യമായി തന്നെ ഗവർണർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ നടപടി ഉണ്ടായില്ല. പിന്നീട് രാത്രി വീണ്ടും തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ക്ഷുഭിതനായി എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്ന് SP-യോട് ആവശ്യപ്പെട്ടു. മലപ്പുറം SP ശശിധരന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇത് പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റി 1 മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചു വന്ന് വീണ്ടും ഇവിടെ ബാനർ സ്ഥാപിച്ചിട്ടുണ്ട്. ചാൻസലർക്ക് എതിരെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ VC-ക്കെതിരെ നടപടിക്കുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുള്ളത്. അതായത് VC-യുടെ ഇതിൽ ഇടപെടേണ്ടത് VC-യാണ്. കാരണം ഇതിൽ ഗവർണർ എടുത്തു കാണിക്കുന്നത് സർവകലാശാല ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇവിടെ സമരപരിപാടികളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. 2022 ഇത് സംബന്ധിച്ചൊരു ഉത്തരവുണ്ടായിരുന്നു. അതായത് ക്യാമ്പസിൽ നിന്ന് 200 മീറ്ററെങ്കിലും ദൂരെ മാറിയ പ്രതിഷേധങ്ങൾ പാടുള്ളൂ എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം മറികടന്നിട്ടുണ്ട്. ഇത് ചട്ടലംഘനമാണ്. ഇങ്ങനെ ഇത് മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് VC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് ഗവർണർ ആരോപിക്കുന്നത്. അല്ലെങ്കിൽ ഗവർണറുടെ ഒരു പക്ഷം അങ്ങനെയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VC-ക്കെതിരെ നടപടിയിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ഗവർണർക്ക് മുമ്പിലുള്ളത്. അത്തരത്തിലുള്ള ഒരു നീക്കം എന്തായാലും ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VC-ക്കെതിരെയുള്ള ഒരു നടപടിക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ ഗവർണറുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഇന്ന് ഗവർണർക്ക് 3:30-നാണ് പരിപാടിയുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ ഗസ്റ്റ് ഹൗസാണിത്. ഈ ഗസ്റ്റ് ഹൗസിന്റെ ഒരു 50 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്ത് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രം നടത്തുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാറാണുള്ളത്. ഈ സെമിനാറിലേക്കാണ് അദ്ദേഹം പോവുക. 3:30 സെമിനാറിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിന് 6 മണിയുടെ കരിപ്പൂരിൽ നിന്നുള്ള വിമാനത്തിൽ അദ്ദേഹം മടങ്ങും. 6 മണിക്ക് മുമ്പായിട്ട് കരിപ്പൂരിൽ അദ്ദേഹത്തിന് എത്തേണ്ടതുണ്ട്. അതിന് അദ്ദേഹം മടങ്ങുകയും ചെയ്യും. ഇതിനകം തന്നെ വലിയ പ്രതിഷേധ പരിപാടികൾക്കുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. ഇന്നലെ 650 പോലീസാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് നമുക്ക് കാണാം 2000-ലധികം പോലീസുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക വിവരം. അതായത് ഇതിന്റെ പ്രധാന കവാടം കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചുറ്റും ഏകദേശം 5ഓളം സ്ഥലങ്ങളിലൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴികളുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ടും പോലീസിനെ ഇവിടെ കാവൽ നിർത്തിക്കൊണ്ടും ഇതെല്ലാം തന്നെ പൂർണ്ണമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പോലീസിന്റെ ഒരു വലയം തന്നെ തീർത്തിരിക്കുന്നു. ഒരു കാരണവശാലും ഈ പ്രതിഷേധക്കാർക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനവും ഇല്ല. പ്രവേശിക്കാൻ ഉള്ള ഒരു പഴുതും വെക്കാതെയാണ് ഇത്തരത്തിലുള്ള ഈ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ടും പോലീസിനെ കാവൽ നിർത്തിയിട്ടുള്ളത്.
നൽകിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ പരിപാടി നടക്കുന്നത് 3:30-നാണ്. 3:30 പരിപാടി നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാർ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ അതിന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. എന്തായാലും SFI മാത്രമല്ല ASFും MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധവുമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കും. 3 ജില്ലകളിൽ നിന്നുള്ള പോലീസ് വേണ്ടി വന്നാൽ കൂടുതൽ ജില്ലകളിൽ നിന്ന് കൂടുതൽ പോലീസിനെ എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പോലീസാണ് എത്തിയിട്ടുള്ളത്. വിനേഷ്, സർവകലാശാലയിലെ ബാനറുകൾ പരിപൂർണമായി നീക്കം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം വരുമ്പോൾ ഈ 3:30 ഗവർണർ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിഷയമാകാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. അതെല്ലാം പരിപൂർണമായിട്ട് പോലീസ് നീക്കം ചെയ്തിട്ടുണ്ടോ? ബാനർ ഇവിടെ 2 ബാനർ ഉണ്ടായിരുന്നു. ഈ ഗസ്റ്റ് ഹൗസിന്റെ സമീപം ഒരു ബാനറും ഉണ്ടായിരുന്നു. ഈ പ്രധാന കവാടത്തിലും ഒരു ബാനർ ഉണ്ടായിരുന്നു. ഇത് രണ്ടും സംഗീത് ചാൻസലർക്ക് ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇത് 2 ആണ് പ്രധാനമായി ഇവിടെ നിന്ന് നീക്കിയിട്ടുള്ളത്. ഈ നീക്കിയ സ്ഥാനത്താണ് വീണ്ടും SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഇതിന് അപ്പുറത്തുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്ത് ആ ബാനറുകൾ ഇപ്പോഴും ഉണ്ട്. അത് പിന്നീട് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പോലീസ് നീക്കം ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ഇനി ഗവർണറുടെ നിലപാട് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം അത് നീക്കം ചെയ്യാൻ വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങി വന്നത് നീക്കം ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും SFIക്കാർ സംഘടിച്ചെത്തും. അത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോവും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിനകത്തുള്ളത്. എന്തായാലും ഗവർണർ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും ഇറങ്ങി പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ആ ബാനർ കൂടി മാറ്റണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് അതിന് നിർബന്ധിതമായേക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ പരിസരത്ത് തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചുണ്ട്. പല ഭാഗത്തായിട്ട് SFI പ്രവർത്തകരുണ്ട്. അവരങ്ങനെയാണെങ്കിൽ സംഘടിച്ച് വരികയും വീണ്ടും ഈ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് പോലീസുമായി നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും കൃത്യം 3:30 തന്നെ ഈ സെമിനാർ ആരംഭിക്കും. സെമിനാർ കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വിനേഷ്, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ ബാനർ മാറ്റുന്ന ഒരു വിഷയത്തിലേക്ക് പോകുകയാണെങ്കിൽ SFIയുടെ പ്രതിഷേധത്തിന് മുൻപ് തന്നെ പോലീസിനെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് ഗവർണർ കടക്കില്ലേ? വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ വിഷയത്തിനകത്ത് പോലീസ് മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നു എന്നൊരു നിലപാട് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ട്. അതനുസരിച്ച് VCക്കെതിരെയും വിമർശനമുണ്ട്. സ്വാഭാവികമായിട്ടും വീണ്ടും തനിക്കെതിരെയുള്ള ബാനറുകൾ മാറ്റുന്നതിൽ ഒരു അവധാനത കാണിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനം ഉയരാനുള്ള ഒരു സാധ്യത അല്ലേ ഉള്ളത് സർവകലാശാലയ്ക്കെതിരെ? അപർണ, തീർച്ചയായും നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നാട്ടുംപുറത്ത് പറയുന്ന പോലെ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെയാണ് പോലീസിന്റെ അവസ്ഥ. കാരണം ഗവർണർ എത്തുന്നു, എത്രയും പെട്ടെന്ന് ഈ ബാനർ എടുത്ത് മാറ്റാൻ പറയുന്നു, ബാനർ എടുത്തു മാറ്റുന്നു, ഉടൻ തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു, പോലീസിനെ അസഭ്യം പറയുന്നു, പോലീസിനെ പരസ്യമായി തന്നെ ഇന്നലെ അസഭ്യം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും ചാനൽ മീഡിയ ദൃശ്യങ്ങളുടെ അത് തത്സമയ സംപ്രേഷണമായി പോയതുമാണ്. ഇങ്ങനെയൊക്കെ അതൊക്കെ വകവയ്ക്കാതെയാണ് പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ അസഭ്യം പറയുന്നത് ഉൾപ്പെടെ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് SFI പ്രവർത്തകർ ഈ ബാനറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഈ പരിസരത്തല്ല, ഈ ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ ഗവർണർ താമസിക്കുന്ന പരിസരത്തല്ല, ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ 200 മീറ്റർ മാറിയാണ് പലയിടത്തായിട്ട് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്, കൂടുതൽ ബാനറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും അത് എടുത്തു മാറ്റാൻ വീണ്ടും ഗവർണർ പറയുന്ന പക്ഷം പോലീസിന് അത് മാറ്റാതിരിക്കാൻ കഴിയില്ല. പോലീസ് അത് മാറ്റിയേ ചെയ്യും. പക്ഷേ അങ്ങനെ വരുമ്പോൾ വീണ്ടും SFI പ്രവർത്തകർ പോലീസിനെതിരെ തിരിയും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിനേഷ്, അതോടൊപ്പം തന്നെ VCക്കെതിരെ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത, അത് തന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു വിഷയം. SFI പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർക്കെതിരെ ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ VCയോട് വിശദീകരണം ചോദിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക്, അത് കൂടുതൽ സംസ്ഥാനത്ത് പോലീസ് തന്നെ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട്, ഏകദേശം സമാനമായിട്ടുള്ള ഒരു നിലപാട് ഗവർണർ ആവർത്തിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ആ ഒരു നിലപാടിലേക്ക് ഗവർണർ കടക്കാനുള്ള സാധ്യത അത് എത്രത്തോളം അസാധാരണമായിരിക്കും? അപർണ, ഇതിനകം തന്നെ ഗവർണർ അങ്ങനെ ഒരു നീക്കം നടത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു വിശദീകരണത്തിലേക്ക് അപ്പുറത്തേക്ക് VCക്കെതിരെ ഒരു നടപടി എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും VCയെ നേരിട്ട് വിളിച്ച് വിശദീകരണം തേടിയതാണ്. പക്ഷേ ആ സമയത്തും അദ്ദേഹം വൈകി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമർശനം ഗവർണർക്കുണ്ട്. അതിൽ ഗവർണർ ഈ VCയോട് ക്ഷുഭിതനായി എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും VC
വി സിക്കെതിരെയുള്ളൊരു നടപടി എന്നുള്ള രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകേണ്ടത്. കാരണം ഈ ബാനർ സ്ഥാപിച്ചതും എല്ലാം തന്നെ വി സി ഇടപെട്ടുകൊണ്ട് ഇത് പോലീസിന്റെ സഹായത്തോടെ നീക്കം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത് താൻ നേരിട്ട് ഇടപെട്ടാണ് ഇത് നീക്കം ചെയ്തത്. ഇത് വി സി ചെയ്യേണ്ടതാണ്. 2022 ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ ക്യാമ്പസിന്റെ 200 മീറ്റർ പുറത്ത് മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ പാടുള്ളൂ. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് പരിപാടികൾ നടത്തിയിട്ടും വി സിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നാണ് ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വി സിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളില്ല എന്നുള്ള ഒരു നിയമോപദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്നത്തെ മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി സിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാവുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണെന്ന് നോക്കി അതനുസരിച്ച് പോലീസിൻ്റെ ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്യും.